സമ്മേളനത്തിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ ബ്രദർ ടൻസൻ, പാസ്റ്റർ ലൈജു, ബ്രദർ ബാലസുബ്രഹ്മണ്യം, എനിക്ക് ശേഷം ഈ വേദിയിൽ സംസാരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ബ്രദർ ജെറി തോമസ്, ഏറ്റവും സ്നേഹമുള്ള ബ്രദർ അനിൽകുമാർ അയ്യപ്പൻ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന വിവിധ ഇടങ്ങളിൽ നിന്നും ഈ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ നല്ലവരായ സഹോദരങ്ങൾക്കും ലോകരക്ഷകനും സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമത്തിൽ ഊഷ്മളമായ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇവിടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും പാസ്റ്റർ ലൈജുവും സുബ്രഹ്മണ്യവും ഒക്കെ ഓർപ്പിച്ചതുപോലെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ കഴിഞ്ഞ ചില നാളുകളായി നടന്നു വരുന്ന ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകിക്കൊണ്ട് സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കിൻ്റെയും സത്യത്തിൻ്റെ പോരാളികൾ എന്ന ഓൺലൈൻ കൂട്ടായ്മയുടെയും ഈ പ്രത്യേകമായ യോഗം സമ്മേളനം വേഗത്തിൽ വിളിച്ചു കൂട്ടാനുണ്ടായ സാഹചര്യം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വിവിധ വിഷയങ്ങളെ അധീരിച്ചുകൊണ്ട് ഈ യോഗത്തിൽ എനിക്ക് പിന്നാലെ 2 വിഷയ അവതാരകർ കൂടെ സംസാരിക്കാനുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ക്രൈസ്തവ മാനവികത, സുവിശേഷം മാനവികതയുടെ സന്ദേശം എന്ന വിഷയമാണ്. മതസൗഹാർദ്ദമോ മാനവികതയോ, ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. സ്നേഹസംവാദത്തിൻ്റെ പേരിൽ, ഇപ്പോൾ സുഹൃത്ത് സംവാദത്തിൻ്റെ പേരിൽ മതസൗഹാർദ്ദ സമ്മേളനത്തിൻ്റെ പേരിൽ നടത്തുന്ന ഇത്തരം തട്ടിപ്പുകളുടെ പിന്നിലെ അജണ്ടകൾ ക്രൈസ്തവ സമൂഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ വിഷയത്തെ ഞങ്ങൾക്ക് സമീപിക്കുമ്പോൾ തന്നെ ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ല എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് മതസൗഹാർദ്ദത്തിനപ്പുറത്ത് മാനവികതയുടെ ഒരു മാനം സുവിശേഷത്തിന് ഉള്ളത്. മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ വിളിച്ചുകൂട്ടുന്ന യോഗത്തിൽ പോലും മതസംഘർഷമാണ്. മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ വിളിച്ചുകൂട്ടുന്ന യോഗത്തിൻ്റെ പുറകിലും രഹസ്യമായ രാഷ്ട്രീയ അജണ്ടകളാണ്. അതുതന്നെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനും പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിനും സമകാലീന ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയ മതം എന്ന പേരിൽ ഇതര സഹോദരങ്ങളോട് ആദരവ് പുലർത്താനും സഹിഷ്ണുത പുലർത്താനും കഴിയാത്തതിൻ്റെ പേരിൽ നാട്ടിൽ വർഗീയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ റിലിജനല്ല. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 36-ാം വാക്യത്തിൽ യേശുക്രിസ്തു എന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. അങ്ങനെയെങ്കിൽ എൻ്റെ സേവകർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് കണ്ടിട്ട് യേശുക്രിസ്തു അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോയി എന്നും വായിക്കുന്നു.
വിവിധ ഭാഗങ്ങളിൽ യേശുക്രിസ്തു തൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ മഷിക്ക് വേണ്ടി കാത്തിരുന്ന തെറ്റിദ്ധരിക്കപ്പെട്ടൊരു സമൂഹത്തിൻ്റെ ഇടയിൽ എന്താണ് സമൂഹത്തിൽ യേശുക്രിസ്തു അവതരിപ്പിച്ച മൂല്യവ്യവസ്ഥ അതീവ ഗൗരവമായി യേശുക്രിസ്തു അത് അവതരിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ തേടി വന്ന മാർഗമാണ്. മനുഷ്യൻ നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി ദൈവത്തെ തേടിയുള്ള മനുഷ്യൻ്റെ ദൈവികമായ അന്വേഷണം ആരംഭിച്ചിട്ട് സഹസ്രാബ്ദങ്ങളായി. ഒട്ടനവധി മതങ്ങൾ, ചിന്താധാരകൾ രൂപീകരിക്കപ്പെട്ടു. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി സുവിശേഷം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ തേടി വന്ന ഒരു മാർഗമാണ്. ദൈവികമായ വെളിപ്പാടുകളുടെ ക്രോഡീകരണമാണ് വിശുദ്ധ ബൈബിൾ. സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിപ്പിച്ച മൂല്യവ്യവസ്ഥ എന്ന് പറയുന്നത് ഈ വിശുദ്ധ ബൈബിളാണ്. ഈ പ്രത്യേകമായ ഒരു കേന്ദ്രീകൃതമായ പ്രമേയത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ വിഷയത്തെ സമീപിക്കുന്നത്. മതത്തിനപ്പുറത്ത് മനുഷ്യൻ്റെ ദർശനങ്ങളെ ബന്ധപ്പെടുത്തുന്ന ഒരു മാനവികത, ഇതിനെ ഞങ്ങൾ മതാതീതമായ മാനവികത എന്ന് പറയും. മത സംവാദങ്ങളുടെ പേരിൽ ചർച്ച നടത്തുമ്പോൾ, മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ, സ്നേഹസംവാദത്തിൻ്റെ പേരിൽ ചർച്ച നടത്തുമ്പോൾ ഇതൊരു ശുദ്ധ തട്ടിപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാന്യരായ ജനപ്രതിനിധികൾ വി ഡി സതീശനെ, പി സി ജോർജിനെ, ഫാദർ വിൽസൺ കുണ്ടുകളത്തെ പോലെയുള്ള പുരോഹിതരെ, മറ്റ് സാമൂഹിക പ്രവർത്തകരെയെല്ലാം വിളിച്ചു കൂട്ടി മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ ഒരു മേള നടത്തുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ തട്ടിപ്പ് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പി സി ജോർജിൻ്റെ സമുദായത്തെ ദമാസ്കസിൽ കഴുത്തെറിഞ്ഞു കൊല്ലുമ്പോൾ, വി ഡി സതീശൻ്റെ സമുദായത്തെ പാകിസ്ഥാനിൽ കഴുത്തെറിഞ്ഞു കൊല്ലുമ്പോൾ, ഫാദർ വിൽസൺ കുണ്ടുകുളത്തിൻ്റെ സമുദായത്തെ ലെബനോനിൽ ക്രൂരമായി ഹത്യ നടത്തുമ്പോൾ, ഈ മതസൗഹാർദ്ദ സമ്മേളനങ്ങളെയൊക്കെ കുറുക്കൻ കോഴിയെ വിരുന്നിന് വിളിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. കുറുക്കൻ കോഴിയെ വിരുന്നിന് വിളിക്കുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ള മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ. ഇത് ശുദ്ധ തട്ടിപ്പാണ്. ഹിംസാത്മകതയുടെ ഒരു പ്രത്യയശാസ്ത്രത്തിന് എങ്ങനെയാണ് ഇതര സമുദായങ്ങളോട്, സഹജീവികളോട്, ഇതര മതങ്ങളോട് വർത്തിക്കാൻ കഴിയുക, പെരുമാറാൻ കഴിയുക എന്ന് മനസ്സിലാക്കാതെ രഹസ്യമായ രാഷ്ട്രീയ അജണ്ടകളുടെ പേരിൽ ഇത്തരത്തിലുള്ള മേളകൾ നടത്തി ആളുകളെ അവിടെ അഭിപ്രായം പറഞ്ഞ് വേദി വിട്ടതിന് ശേഷം ഏകപക്ഷമായി പ്രമേയം അവതരിപ്പിച്ച് ഏകപക്ഷമായി എതിരാളികളെ ആക്രമിക്കുന്ന ഒരു സംവാദങ്ങളിലും ആരും പുറത്താത്ത, മര്യാദയില്ലാത്ത രീതികളാണ് നാളിതുവരെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതീവ ഗൗരവമായി ഒരു സംവാദത്തിൻ്റെ, ഒരു സുഹൃത്ത് സമ്മേളനത്തിൻ്റെ, ഒരു സൗഹൃദ സമ്മേളനത്തിൻ്റെ അതിൻ്റെ സ്പിരിറ്റ്, അതിൻ്റെ രീതിശാസ്ത്രം അട്ടിമറിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഏകപക്ഷമായ ആക്രമണങ്ങൾ ഇങ്ങനെ നടത്തി വരുന്നത്. അത് സക്കീർ നായിക്ക് മുതൽ പ്രിയപ്പെട്ട MM അക്ബർ മുതൽ സുബൈർ പീഡിക്കൽ അടക്കം എല്ലാ ദാഹത്തിൻ്റെ അനുയായികളും ഇതുതന്നെയാണ് പുലർത്തി വരുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവമായി ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത്, മതങ്ങൾ തമ്മിൽ സംഘർഷം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിന്താധാരകളും രാഷ്ട്രമീമാംസകളും തമ്മിൽ വലിയ സംഘർഷം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ക്രൈസ്തവികത മതങ്ങൾക്കപ്പുറത്തായിട്ടുള്ള ഒരു മാനവികതയെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ആ മതാതീതമായ മാനവികതയാണ് സുവിശേഷത്തിൻ്റെ അന്തർധാര എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, സാർവലൗകികമായ ഒരു നിയമഗ്രന്ഥമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യമായ വസ്തുതയാണ്. ഒരു ഗ്രന്ഥത്തിനും അവകാശപ്പെടുവാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അതുല്യമായ സ്ഥാനമാണ് വിശുദ്ധ ബൈബിളിലുള്ളത്, സുവിശേഷത്തിനുള്ളത്. അത് വായിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, പഠിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, ഈ പുസ്തകത്തെ വിമർശിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാവർക്കും വായിക്കാൻ പറ്റില്ല, എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാവർക്കും പരിഭാഷപ്പെടുത്താൻ പറ്റില്ല, എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാ സമുദായങ്ങൾക്കും പഠിക്കാൻ പറ്റില്ല.
എന്നാൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന, വായിക്കാൻ പറ്റുന്ന, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, കൊണ്ടു നടക്കാൻ പറ്റുന്ന, അതിലേറെ വിമർശിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്നുള്ളത് സന്തോഷത്തോടുകൂടി ഓർപ്പിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം, പത്മാവതി എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അസഹിഷ്ണുതയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആളുകൾക്ക് മറ്റുള്ളവരുടെ വിമർശനങ്ങളെ സഹിക്കാൻ വയ്യാത്ത അസഹിഷ്ണുതയുടെ ഒരു കാലഘട്ടമാണ്. അത് സർസംഘചാലകരാണെങ്കിലും ആയത്തുള്ളമാരാണെങ്കിലും ഒരേ മനോഘടനയാണ് എല്ലാവർക്കുമുള്ളത്. അതുകൊണ്ടാണ് സൽമാൻ റുഷ്ദിയെ ഒരു നോവലിൻ്റെ പേരിൽ ആക്രമിക്കാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് 1993 ഒരു നോവൽ എഴുതിയതിൻ്റെ പേരിൽ തസ്ലീമ നസീറിന് ബംഗ്ലാദേശിൽ നിന്ന് കൽക്കട്ടയിൽ വന്ന് താമസിക്കാൻ കഴിയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ചേകന്നൂർ മൗലവിക്ക് തിരോധാനം സംഭവിക്കേണ്ടതായി വരുന്നത്. അതുകൊണ്ടാണ് പത്മാവതി എന്ന് പറയുന്നൊരു സിനിമ അസഹിഷ്ണുതയുടെ പേരിൽ അതിൻ്റെ സംവിധായകൻ ആക്രമിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് കാർട്ടൂൺ വരയ്ക്കുന്നതിൻ്റെ പേരിൽ ഒരാൾ ആക്രമിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് പ്രൊഫസർ ജോസഫിൻ്റെ കൈ വെട്ടുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അസഹിഷ്ണുതയുടെ വിമർശിക്കാൻ തങ്ങൾക്ക് പറ്റും, പക്ഷേ തങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്ന തരത്തിലേക്കുള്ള ഒരു അസഹിഷ്ണുത ഇന്ന് നിലനിൽക്കുന്ന സമൂഹത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ സർസംഘചാലകരെയും ആയത്തുള്ളമാരെയും എല്ലാം അവരുടെ ഒരേ മനോരീതികളാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട വസ്തുതയാണ്. എന്നാൽ ക്രിസ്ത്യാനിറ്റിയെ വിമർശിക്കുന്നു, ബൈബിളിനെ വിമർശിക്കുന്നു. എന്നാൽ സൽമാൻ റുഷ്ദിയോട് സമീപിച്ചതുപോലെ, തസ്ലീമ നസീറിനോട് സമീപിച്ചതുപോലെ, പ്രൊഫസർ ജോസഫിനോട് സമീപിച്ചതുപോലെ, അല്ലെങ്കിൽ ഈ എസ് ദുർഗ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനോട് സമീപിച്ചതുപോലെയുള്ള സമീപനങ്ങളല്ല ക്രിസ്ത്യാനിറ്റിയുടെ അനുയായികൾ, ക്രിസ്തുവിൻ്റെ അനുയായികൾ നടത്തുന്നത്. കളവ് പറയുന്ന യഹോവയെക്കുറിച്ച്, മദ്യം വിളമ്പുന്ന ക്രിസ്തുവിനെക്കുറിച്ച് MM അക്ബർ എഴുതിയിട്ടും പ്രസംഗിച്ചിട്ടും അക്ബറിനെ വെറുതെ വിട്ടത് ക്രിസ്ത്യാനിറ്റിയുടെ മാർഗം മാനവികമായ മാർഗമായതുകൊണ്ടാണ്, ഉദാത്തമായ സ്നേഹത്തിൻ്റെ മാർഗമായതുകൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയേണ്ട അത്യാവശ്യമായ വസ്തുതയാണ്. അത് ഏറ്റവും ഗൗരവമായി നാം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഈ മതസൗഹാർദ്ദങ്ങൾ വെറും തട്ടിപ്പാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വശമായിട്ടാണ് ഞങ്ങൾ നാദറായും ഗോഡ്സയെ കാണുന്നതും കസബിനെ കാണുന്നതും അഫ്സൽ ഗുരുവിനെ കാണുന്നതും. അതുകൊണ്ട് നാദറാം ഗോഡ്സ പ്രതിനിധീകരിക്കുന്നത് ഒരു ഹിന്ദുയിസത്തെയാണെങ്കിൽ ആ ഹിന്ദുയിസത്തിൽ, ആ ഫിലോസഫിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കസബും അഫ്സൽ ഗുരുവും പ്രതിനിധീകരിക്കുന്നത് ഇസ്ലാമിനെയാണെങ്കിൽ ആ ഇസ്ലാമിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അത്തരത്തിലുള്ള അസഹിഷ്ണുതയുടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് ക്രിസ്ത്യാനിറ്റിയുടെ സുവിശേഷത്തിൻ്റെ മതാതീതമായ മാനവികതയുടെ സന്ദേശത്തെ ഞങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ക്രൈസ്തവ പ്രതികരണം എന്ന് പറയുന്നത് എപ്പോഴും ആശയപരമായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട അത്യാവശ്യമായ വസ്തുതയാണ്. വളരെ ആശയപരമായ നിലപാട് തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവർ ഈ കാര്യങ്ങളിൽ പ്രതികരിക്കുന്നത്. പ്രിയപ്പെട്ട ബാലസുബ്രഹ്മണ്യം ഓർപ്പിച്ചതുപോലെ അത് സഭയുടെ എതിരാളികളുടെ, ബൈബിളിൻ്റെ എതിരാളികളുടെ ഏത് സംവാദങ്ങളോടും സർഗാത്മകമായി, രചനാത്മകമായി മറുപടി നൽകാൻ ക്രൈസ്തവ സഭയ്ക്ക്, സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്കിൻ്റെ, സത്യത്തിൻ്റെ പോരാളികൾക്ക് അതിന് ദൈവശാസ്ത്രപരമായ പ്രതിരോധം തീർക്കാൻ കരുത്തുണ്ട്. ആ പ്രതികരണം ദൈക്ഷണികമായിരിക്കും, ആശയപരമായിരിക്കും. അത് കായികമല്ല, ശാരീരികമല്ല, മറ്റു തരത്തിലുള്ള രീതിയിൽ അതിനെ നേരിടാൻ ക്രിസ്ത്യാനിറ്റിയുടെ സന്ദേശം ഒരിക്കലും ഞങ്ങളെ അനുവദിക്കുന്നില്ല. ഇത് സാർവലൗകികതയുടെ സന്ദേശമാണ്. അതിൻ്റെ കാരണമുണ്ട്. കാരണം ബൈബിളിൻ്റെ സന്ദേശം, സുവിശേഷത്തിൻ്റെ സന്ദേശം തന്നെ സാർവലൗകികതയുടെ, മാനവികതയുടെ സന്ദേശമാണ്. കാരണം ഇതിൻ്റെ സന്ദേശം തന്നെ അതാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് വളരെ വ്യക്തമായി നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 30-ാം അധ്യായം 10-ാം അധ്യായം 34-ാം വാക്യവും റോമാലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന് മുഖപക്ഷമില്ല. ബൈബിളിൻ്റെ സന്ദേശം സാർവലൗകികമാണ്. ദൈവത്തിന് ആരോടും മുഖപക്ഷമില്ല. സകല ജാതികളുമായുള്ളവരെ വന്നു കേൾപ്പീൻ, ദാഹിക്കുന്ന എല്ലാവർക്കും വന്ന് കുടിക്കാം. സകല ഭൂസീമാവാസികളുമായുള്ളവരെ ഈ സന്ദേശം കേൾപ്പീൻ. സർവ്വജനത്തിനുണ്ടാകാനുള്ള മഹോസന്ദേശം എന്നർത്ഥത്തിലാണ് ഈ സന്ദേശം അവതരിക്കപ്പെടുന്നത്. അതുകൊണ്ടൊരു സമുദായത്തിന് വേണ്ടിയുള്ള, ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു സന്ദേശമായിട്ടല്ല ബൈബിളിൻ്റെ സന്ദേശം. ബൈബിളിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്
സാർവലൗകികമായ സന്ദേശമാണ്. സർവശക്തനായ ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. മാത്രമല്ല, ഈ ബൈബിൾ പ്രഖ്യാപിക്കുന്ന രക്ഷയും സാർവലൗകികമാണ്. പാപവും പാപത്തിൻ്റെ ഫലവും സാർവത്രികമാണ് എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം, 5-ാം അധ്യായം 12-ാം വാക്യം, 6-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഈ രക്ഷ എല്ലാവർക്കും സാർവലൗകികമാണ്. അതുകൊണ്ട് ആകെ രക്ഷയും സകലർക്കുമുള്ളതാണ്. പാപവും പാപത്തിൻ്റെ ഫലവും അതിൻ്റെ തീഷ്ണമായ ഫലങ്ങളുമെല്ലാം സാർവലൗകികമായി മനുഷ്യ സമുദായത്തിന് ആഘാതം സൃഷ്ടിച്ചെങ്കിൽ മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷ അതും സാർവലൗകികമായ രക്ഷയാണ്. ഇതിൻ്റെ സന്ദേശം സാർവലൗകികമാണ്. ഇത് പ്രഖ്യാപിക്കുന്ന രക്ഷയും സാർവലൗകികം തന്നെയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയും, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചത്. സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി എന്നുള്ളതാണ്. വിവിധമായ ദേശങ്ങളിൽ നിന്ന്, ദേശരാഷ്ട്രങ്ങളിൽ നിന്ന്, വിവിധ സമുദായങ്ങളിൽ നിന്ന്, വിവിധ സംസ്കാരങ്ങളിൽ നിന്ന് ആളുകളെ ക്രിസ്തുവിൽ ഒന്നാക്കി ചേർക്കുന്ന ഒരു രക്ഷയുടെ സന്ദേശമാണ്. അതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു അന്തർധാര എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ലിബറൽ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം. വ്യത്യസ്തമായ സമൂഹം ജീവിക്കുന്ന ജാതിയും ഉപജാതിയും ദേശരാഷ്ട്രങ്ങളും സംസ്കാരങ്ങളും ഒക്കെയുള്ള ഒരു രാഷ്ട്രത്തിലാണ് നാം ജീവിക്കുന്നത്. വിവിധങ്ങളായ ഭാഷകൾ, ഉപജാതികൾ, സംസ്കാരങ്ങൾ, ഗോത്രങ്ങൾ, ഈ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ ക്രിസ്തുവിൽ ഒന്നാക്കി ചേർക്കുന്ന, ഒരു പുതുമനുഷ്യനായി ചേർക്കുന്ന, ഒരു പുതിയ സംസ്കാരത്തിനുടമളാക്കി ചേർക്കുന്ന ഒരു മാനവികതയുടെ സന്ദേശമാണ് സുവിശേഷം വളരെ വ്യക്തമായി പറയുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ലിബറൽ ഡെമോക്രസി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൽ വർത്തിക്കാൻ കഴിയും. അതുകൊണ്ട് സുവിശേഷത്തിന് ഒരു കമ്പോള സമൂഹത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. സുവിശേഷത്തിന് ഒരു റിപ്പബ്ലിക് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റികൾ ഒരു മതരാഷ്ട്രവാദം ആവശ്യപ്പെടാതിരുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ തങ്ങളുടേതായ ഒരു രാജ്യം വേണ്ട എന്ന് ആവശ്യപ്പെടാതിരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഒരു ലിബറൽ ഡെമോക്രസി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഒരു ജനതയെ മുഴുവൻ, ഒരു സംസ്കാരത്തെ മുഴുവൻ, ഒരു ദേശീയതയെ മുഴുവൻ, ഒരു ഉപദേശീയതയെ മുഴുവൻ, ഉപജാതി സമൂഹത്തെ മുഴുവൻ ക്രിസ്തുവിൽ അവരെ ഒന്നാക്കി ചേർക്കാൻ കഴിയുന്ന മാനവികമായ സന്ദേശം മതങ്ങൾക്കപ്പുറത്താണ്, ദേശീയതയ്ക്കപ്പുറത്താണ്, ദേശരാഷ്ട്ര സങ്കല്പങ്ങൾക്ക് അപ്പുറത്താണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഈ രാജ്യത്തെ ഉത്തമ പൗരന്മാരായി നിന്നുകൊണ്ട് ഈ സിവിൽ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ ക്രിസ്ത്യാനിറ്റി കഴിയുന്നത്, സുവിശേഷത്തിൻ്റെ കടമകൾ നിർവഹിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ ഒരു മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കാത്തത്. ഒരു 2 നേഷൻ തിയറിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. 2 രാഷ്ട്രവാദങ്ങളെക്കുറിച്ചുള്ള വാദങ്ങൾ ഈ രാജ്യത്തെ രണ്ടായി പിളർത്തിയതാണ്. എന്നാൽ എങ്ങനെയാണ് ജനാധിപത്യത്തോട്, എങ്ങനെയാണ് സെക്യുലറിസത്തോട്, എങ്ങനെയാണ് ദേശീയതയോട്, എങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ കൾച്ചറിനോട് സംഘർഷപ്പെട്ടുകൊണ്ട് സംവാദം നടത്തിക്കൊണ്ട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് സുവിശേഷത്തിന് നന്നായിട്ടറിയാം. സുവിശേഷത്തിൻ്റെ മാനവീയത സന്ദേശമാണ്, സഹിഷ്ണുതയുടെ സന്ദേശമാണ്. അത്തരത്തിലുള്ള ഉൾച്ചേർക്കലുകളെ, അത്തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളെ എങ്ങനെയാണ് ആവാഹിച്ചെടുക്കേണ്ടത് എന്ന് സുവിശേഷത്തിനറിയാം. അതുകൊണ്ട് ഒരിക്കലും അസഹിഷ്ണുതയുടെ, ഒരിക്കലും വെറുപ്പിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, വൈര്യനിര്യാതനത്തിൻ്റെ, പകയുടെ സന്ദേശമല്ല. ഇത് മാനവികതയുടെ സന്ദേശമാണ്. ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്ന് എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നാക്കി ചേർക്കുന്ന, എല്ലാവർക്കും രക്ഷ പ്രഖ്യാപിക്കുന്ന ഒരു സന്ദേശമാണ് സുവിശേഷം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. സുവിശേഷത്തിൻ്റെ ചരിത്രം അത് തന്നെയാണ്. വിശുദ്ധ ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ചരിത്രം ഒരു സമുദായത്തിൻ്റെ ചരിത്രമല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ ചരിത്രമല്ല. ബാബിലോണിൻ്റെ ചരിത്രം പറയുന്നുണ്ട്, പേർഷ്യയുടെ ചരിത്രം പറയുന്നുണ്ട്, ഗ്രീക്കുകാരുടെ ചരിത്രം പറയുന്നുണ്ട്, മെസോപ്പൊത്തോമിയക്കാരുടെ ചരിത്രം പറയുന്നുണ്ട്, റോമാക്കാരുടെ ചരിത്രം പറയുന്നുണ്ട്. വിവിധങ്ങളായ ജനായത്ത സമൂഹങ്ങളുടെ, രാഷ്ട്ര സമുച്ചയങ്ങളുടെ ചരിത്രങ്ങളെ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ചരിത്രവും അങ്ങനെ സാർവലൗകികമായി കിടക്കുകയാണ്. പ്രവചനവും സാർവലൗകികമാണ്. ഒരു സമുദായത്തെക്കുറിച്ച് മാത്രമല്ല, ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് മാത്രമല്ല, ആ വിവിധങ്ങളായി പരന്നു കിടക്കുന്ന രാഷ്ട്രങ്ങളുടെയും സമുദായങ്ങളുടെയും വ്യക്തികളെയും കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, ജാതി സമൂഹങ്ങളെക്കുറിച്ച്, വ്യത്യസ്തങ്ങളായ ആ രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള
പ്രവചനം ഇതിനകത്തുണ്ട്. ചരിത്രവും പ്രവചനവുമെല്ലാം സാർവലൗകികമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് സുവിശേഷത്തിൻ്റെ സാർവലൗകികതയാണ്, അതിൻ്റെ മാനവികതയാണ്, അതിൻ്റെ സന്ദേശമത, അത് പ്രഖ്യാപിക്കുന്ന രക്ഷ, അതിൻ്റെ ഹിസ്റ്ററിയത, അത് മുന്നോട്ട് വെക്കുന്ന പ്രാവചനികമായ വിഷയങ്ങൾ അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സങ്കുചിതമായ വാദങ്ങളെ, ഭൂമിശാസ്ത്രപരമായ അതിർത്തികളെല്ലാം ലംഘിച്ചുകൊണ്ട് ഈ സുവിശേഷം, ഈ വിശുദ്ധ ബൈബിൾ വ്യത്യസ്തമായ സംഭവങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, വിവിധ ഇടങ്ങളിലേക്ക് ഇത് എത്തിച്ചേരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇത് പഠിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ഞാൻ ഓർപ്പിച്ചല്ലോ, എല്ലാ പുസ്തകവും എല്ലാവർക്കും പഠിക്കാൻ പറ്റത്തില്ല. വേദം വായിച്ചാൽ നാക്കറുത്ത് കളയുന്ന മനുസ്മൃതിയുടെ കാലഘട്ടങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. തങ്ങളുടെ പുസ്തകങ്ങൾ മറ്റാർക്കും പരിഭാഷപ്പെടുത്താൻ പാടില്ല, തങ്ങളുടെ പുസ്തകങ്ങൾ തങ്ങളല്ലാതെ വേറെ ആരും വായിക്കാൻ പാടില്ല എന്നിത്യാദിയുള്ള തീട്ടൂരങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പഠിപ്പീൻ. ഈ പ്രവചന വാക്കുകളെ വായിക്കുന്നവൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിപ്പീൻ. ആർക്കും വായിക്കാൻ കഴിയുന്ന, പഠിക്കാൻ കഴിയുന്ന, പ്രസംഗിക്കാൻ കഴിയുന്ന, അനുവർത്തിക്കാൻ കഴിയുന്ന, പ്രയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഏറ്റവും വിശാലമായ ഒരു സമീപനമാണ്. തികച്ചും മതേതരമായ സമീപനമാണ്, ജനാധിപത്യപരമായ സമീപനമാണ് ഈ വിശുദ്ധ ബൈബിൾ സുവിശേഷം സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചല്ലോ, വേദങ്ങൾ ശൂദ്രന് വായിക്കാൻ പറ്റുമോ, കേൾക്കാൻ പറ്റുമോ? അത് ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കും. കേട്ടാൽ അതവൻ പറഞ്ഞാൽ, വായിച്ചാൽ അവൻ്റെ നാവ് അറുത്തുമാറ്റും. അവൻ്റെ ശിക്ഷാ നടപടികൾ വളരെ വലുതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഇസ്ലാം സഹോദരന്മാർ, മറ്റാരെങ്കിലും ഇത് പരിഭാഷപ്പെടുത്താൻ പറ്റുമോ? യാഥാസ്ഥികരായ ആളുകൾ ഇന്നും ഉറഞ്ഞുതുള്ളും. ഇത് മറ്റാളുകൾ ഇത് പരിഭാഷപ്പെടുത്താൻ തയ്യാറായാൽ, അതുകൊണ്ട് മറ്റുള്ളവർക്ക് വായിക്കാൻ, പരിഭാഷപ്പെടുത്താൻ, കൊണ്ടു നടക്കാൻ, വ്യാഖ്യാനിക്കാൻ, പ്രയോഗിക്കാൻ ഒക്കെ കഴിയാതിരിക്കുമ്പോൾ സുവിശേഷം അങ്ങനെയല്ല ആളുകളെ സമീപിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ബൈബിളിൻ്റെ മനുഷ്യത്വപരമായ ദർശനം അതാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. മാത്രമല്ല, ഈ സുവിശേഷം മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ വിമോചനത്തിൻ്റെ സന്ദേശം, വിമോചനത്തിൻ്റെ വിളംബരം നമുക്കെല്ലാവർക്കും അറിയാം. അത് സകല മനുഷ്യർക്കുമുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണ്. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഏറ്റവും അറിയപ്പെടുന്നൊരു വാക്യമാണ്. നസ്രത്ത് മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നൊരു വിഷയമാണ്. സകല ബദ്ധന്മാർക്കും വിടുതൽ നൽകുന്ന, അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന, പീഡിതർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന, അടിമകൾക്ക് മോചനം നൽകുന്ന ഒരു സന്ദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ സുവിശേഷത്തിൻ്റെ വിമോചന ദർശനമതാണ്, ബൈബിളിൻ്റെ വിമോചന സന്ദേശമത, ആ പ്രഖ്യാപനമതാണ്. അടിമകളുടെ മോചനത്തെക്കുറിച്ചാണ് വ്യക്തമായി പറയുന്നത്. ആമോസ് അടക്കമുള്ള പ്രവാചകന്മാർ, യെശയ്യാവ് അടക്കമുള്ള പഴയ നിയമത്തിലെ അഗ്രഗണ്യരായ പ്രവാചകന്മാരെല്ലാം നമുക്കറിയാം ചൂഷണത്തിനെതിരെ ശക്തമായി പ്രവചിച്ചിട്ടുള്ളവരാണ്. പാവപ്പെട്ടവനെതിരെ, ദരിദ്രനെതിരെ, സാധാരണക്കാരനെതിരെ, മർദ്ദിതർക്കെതിരെ, കടന്നു വരുന്ന എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ, ചൂഷണങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുള്ള സാമൂഹ്യനീതിയുടെ പ്രവാചകന്മാരാണ് ആമോസിനെ പോലെയുള്ള പ്രവാചകന്മാർ. അതുകൊണ്ട് സുവിശേഷം മുന്നോട്ട് വെക്കുന്ന വിമോചന സങ്കല്പം, വിശുദ്ധ ബൈബിൾ മുന്നോട്ട് വെക്കുന്ന വിമോചനത്തിൻ്റെ ദർശനം ഏറ്റവും ഈടുറ്റതാണ്, അത് ഉദാത്തമായതാണ്. അതുകൊണ്ടാണ് വളരെ ഗൗരവമായി വിശുദ്ധ ബൈബിൾ ഈ സന്ദേശം പറയുന്നത്. ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉളവാകുന്നതിന് മുമ്പ് തന്നെ, ഒക്ടോബർ വിപ്ലവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, വിപ്ലവങ്ങളെല്ലാം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു ലോക ജനതയുടെ വിമോചനം, ഒരു മനുഷ്യ സമുദായത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ മുൻനിർത്തിക്കൊണ്ട് സകല മനുഷ്യവർഗത്തിനും അവരനുഭവിക്കുന്ന സകലമായ ഗതികേടുകളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, പാപത്തിൽ നിന്ന്, അതിൻ്റെ തൽഫലമായ എല്ലാവിധമായ ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യവർഗത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന, വിമോചനം നൽകുന്ന ഒരു സന്ദേശം അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് വിളംബരം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ സുവിശേഷത്തിൻ്റെ സാർവലൗകികത കഴിഞ്ഞാൽ ഇതിൻ്റെ വിമോചനത്തിൻ്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ ഈ ആധുനിക ലോകത്ത് കേട്ടിട്ടുള്ളത് ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടിയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം എന്നൊക്കെ പറയുന്നത്. അതിനുശേഷം ഐക്യരാഷ്ട്രസഭയുടെ സാർവത്രികമായ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ദർശനമാണ് ഫ്രീഡം അല്ലെങ്കിൽ ലിബർട്ടി, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഭരണഘടന, രാജ്യങ്ങളിലെല്ലാം നിലനിൽക്കുന്ന ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ഫണ്ടമെൻ്റലായ മൗലികമായിട്ടുള്ള അതിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് മനുഷ്യന് നൽകുന്ന, ആ രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്ന മൗലികമായ സ്വാതന്ത്ര്യങ്ങളാണ്. ഈ
ഭരണഘടനകൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 മുതൽ 35 വരെയുള്ള മൗലികമായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, തൻ്റെ ഫ്രീഡം ഓഫ് റിലിജിയനുണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ചുണ്ട്. ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഈ ഭരണഘടനയിൽ നിലനിൽക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് വളരെ ഗൗരവമായൊരു കാര്യം മനസ്സിലാക്കണം. അത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ, ഫ്രീഡത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശത്തിൽ നിന്നും കടം കൊണ്ടതാണ് ഭരണഘടനയിലെ സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം. നമുക്കെല്ലാവർക്കും അറിയാം, റോമൻ ലോ ഇതെല്ലാം കടന്നു വരുന്നത് മൊസൈക്ക് ലോയുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഭരണഘടന, അതിൻ്റെ പാർലമെൻ്ററി സിസ്റ്റം എടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അതിൻ്റെ ജുഡീഷ്യറി സംവിധാനങ്ങൾ കടമെടുത്തിരിക്കുന്നത് അത് അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിന്നുള്ള കടമെടുത്തിരിക്കുന്ന അംശങ്ങളാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. അതുകൊണ്ട് മൗലികമായ സ്വാതന്ത്ര്യത്തിൻ്റെ, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ, നിയമ സംവിധാനത്തിൻ്റെ, ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ മൗലികമായ സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം മുന്നോട്ട് വെച്ചിട്ടുള്ള ആ സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമായ വസ്തുതയാണ്. ബ്രിട്ടൻ്റെ ഭരണഘടനയും അമേരിക്കൻ ഭരണഘടനയുടെ എല്ലാം അതിൻ്റെ പശ്ചാത്തലം അതുതന്നെയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം യോവേൽ സംവത്സരം മുതൽ അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന, പിടിച്ചടക്കപ്പെട്ടവന് സ്വാതന്ത്ര്യം നൽകുന്ന, ജയിലിൽ കിടക്കുന്നതിന് സ്വാതന്ത്ര്യം നൽകുന്ന, വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ അടിമതുകം പേർന്നവന് സ്വാതന്ത്ര്യം നൽകുന്ന ആ യോവേൽ സംവത്സരത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. ആ യോവേൽ സംവത്സരത്തിൻ്റെ സന്ദേശമാണ് യേശു ക്രിസ്തുവിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ നസ്രയത്ത് മാനിഫെസ്റ്റോയിൽ വ്യക്തമായി പറയുന്നത്. അടിമകളുടെ മോചനത്തെക്കുറിച്ച്, ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 32-36 വാക്യങ്ങളിൽ പറയുന്നു, സത്യമറിയുകയും സത്യതയെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാ സ്വതന്ത്രരാകും. അതുകൊണ്ട് സുവിശേഷം സാർവലൗകികതയുടെ സന്ദേശമാണ്. സുവിശേഷം മാനവികതയുടെ സന്ദേശമാണ്. സുവിശേഷം വിമോചനത്തിൻ്റെ സന്ദേശമാണ്. സുവിശേഷം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ മാഗ്നാ കാർട്ടയാണ്. അത് മനുഷ്യാവകാശങ്ങളുടെ പ്രകടന പത്രികയാണ്. ഈ സുവിശേഷം എവിടൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെ സ്വാതന്ത്ര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. പച്ച മനുഷ്യനെ ചുട്ടു തിന്നുന്ന നാടായിരുന്നു ആഫ്രിക്കൻ വനാന്തരങ്ങൾ. ആ നാട്ടിൽ ഈ സുവിശേഷമെത്തി. ആ നാട്ടിലെ മനുഷ്യനെ ഇത്തരത്തിലേക്ക് മനുഷ്യനാക്കി മാറ്റിയത് സുവിശേഷം അവിടെ എത്തിയതുകൊണ്ടാണ്. സുവിശേഷം എവിടെല്ലാം എത്തിയിട്ടുണ്ടോ അവിടെ അടിമകൾ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സുവിശേഷം എവിടെല്ലാം എത്തിയിട്ടുണ്ടോ അവിടെ ജന്മിത്വം തകർന്നിട്ടുണ്ട്. അമേരിക്ക ഇന്ന് കാണുന്ന അമേരിക്കയല്ല, റെഡ് ഇന്ത്യൻസിൻ്റെ, മായന്മാരുടെ സംസ്കാരം നിലനിന്നിരുന്ന അമേരിക്ക ഇന്ന് ലോകം കാണുന്ന ഏറ്റവും വലിയ ആധുനിക ശാസ്ത്രപരമായി അമേരിക്കക്കാരനെ മാറ്റിയത് ഈ ബൈബിൾ അവിടെ എത്തിപ്പെട്ടത് കൊണ്ടാണ്. വിമോചനത്തിൻ്റെ മാഗ്നാ കാർട്ട, മനുഷ്യാവകാശത്തിൻ്റെ പ്രകടന പത്രിക, ഈ മാനവികതയുടെ സന്ദേശം വൻകരകൾക്കപ്പുറം എവിടേക്ക് എത്തിയിട്ടുണ്ടോ അവിടെല്ലാം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുന്ന, വിമോചനം, ആളുകളെ അടിമയാക്കുന്ന സന്ദേശമല്ല, അടിമകളെ മനുഷ്യരാക്കി അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന സന്ദേശമാണ് സുവിശേഷം. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ മനുഷ്യനെ അടിമയാക്കുകയല്ല, അടിമകളെ മനുഷ്യരാക്കി മാറ്റുന്ന, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം മാത്രമല്ല, സമത്വവും സാഹോദര്യവുമെല്ലാം. അവിടെ നിന്നുകൊണ്ടാണ് ഞങ്ങളുടെ സംവാദങ്ങളും ചർച്ചകളുമെല്ലാം സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമത്വത്തിൻ്റെ, മാനവികതയുടെ ഒക്കെയുള്ള വിശുദ്ധ ബൈബിളിലെ സാംസ്കാരികമായ മുദ്രാവാക്യങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ കാപട്യങ്ങൾ നിറഞ്ഞ വാക്കുകളല്ല, കപട വാക്കുകളല്ല. ഈ ചർച്ചാ സമ്മേളനങ്ങളുടെ പിന്നിൽ രഹസ്യമായ യാതൊരു അജണ്ടകളുമില്ല. ഇത് തട്ടിപ്പേയല്ല. കാരണം ഇത് സ്നേഹത്തിൻ്റെ, സമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, മാനവികതയുടെ, വിമോചനത്തിൻ്റെ, സാർവലൗകികതയുടെ, സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം തന്നെയാണ്. എന്താണോ ഞങ്ങൾ പ്രസംഗിക്കുന്നത്, എന്താണോ ബഹുജന സമക്ഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നത്, അതേ സന്ദേശം തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ആളത്വം, ക്രിസ്ത്യാനിറ്റിയുടെ ജീവിത രീതി, ക്രിസ്ത്യാനിറ്റിയുടെ പ്രസംഗവും പ്രയോഗവും അത് തന്നെയാണ് ലോകത്തെ 5 വൻകരകളിൽ ഇന്ന് കെട്ടഴിച്ചു വിട്ട കൊടുങ്കാറ്റ് പോലെ ക്രൈസ്തവ സമൂഹം, സുവിശേഷം ഇന്ന് ലോകത്തെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഇത് സ്നേഹത്തിൻ്റെ സന്ദേശമായതുകൊണ്ട്, സാഹോദര്യത്തിൻ്റെ സന്ദേശമായതുകൊണ്ട്, ഇത് സമത്വത്തിൻ്റെ സന്ദേശമായതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല സാഹോദര്യവും സമത്വവും തന്നെയാണ്. വിശുദ്ധ ബൈബിളിൻ്റെ
സോഷ്യലിസ്റ്റ് സന്ദേശം എന്താ? സമത്വത്തിൻ്റെ സന്ദേശം എന്താ? സാഹോദര്യത്തിൻ്റെ സന്ദേശം എന്താ? അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 26-ാം വാക്യമുണ്ട്. പണ്ഡിതനായ പൗലോസിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായൊരു പ്രഭാഷണമാണ് അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ പ്രസംഗം. ഏഥൻസിൽ നിന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഏഥൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോക്രട്ടീസിൻ്റെ, പ്ലേറ്റോയുടെ, പൈതഗോറസിൻ്റെ, അരിസ്റ്റോട്ടിൻ്റെ പട്ടണമാണ്. ഏഥൻസ് എന്ന് പറയുന്ന തത്വചിന്തയുടെ തറവാട് നവരനാമത്തിൽ അറിയപ്പെടുന്ന സ്ഥലമാണ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ പിറവി എവിടെയാണ്? ഒളിമ്പിക്സ് എവിടെയാണ് ആരംഭിച്ചത്? ഹോമർ എന്ന് പറയുന്ന ലോകമറിയപ്പെടുന്ന കവി, അദ്ദേഹം അന്ധനായ കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇതിഹാസങ്ങളായിരുന്നു ഒഡീസിയും ഇലിയഡും എന്ന് പറയുന്നത്. അതിൻ്റെ ജന്മങ്ങൾ, അത് പിറവി കൊണ്ടത് അവിടെയാണ്. ആ ഏഥൻസിൽ നിന്നുകൊണ്ട്, അരോബിയ കുന്നിന്മേൽ നിന്നുകൊണ്ട് പൗലോസ് നടത്തുന്ന ഉജ്ജ്വലമായ ഒരു പ്രഭാഷണമുണ്ട്. 8 പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ആരാണ് ദൈവം, ആരാണ് പൂജാവിഷയം, ആ ദൈവത്തിൻ്റെ സ്വഭാവം എന്താ, ആ ദൈവത്തിൻ്റെ കൽപ്പന എന്താ, ആ ദൈവത്തിൻ്റെ ന്യായവിധി എന്താണ് എന്ന് അവതരിപ്പിച്ചുകൊണ്ട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുമ്പിൽ നിന്നുകൊണ്ട് പൗലോസ് അവതരിപ്പിക്കുന്ന 8 തിസീസുണ്ട്. അതിൽ അതിപ്രധാനമായും 17-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. അത് ഗൗരവമായി ദൈവത്തെക്കുറിച്ച് അവതരിപ്പിച്ചിട്ട്, ദൈവത്തിൻ്റെ അധിവാസത്തെയും സ്വഭാവത്തെയും കുറിച്ച് അവതരിപ്പിച്ചിട്ട് 26-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ഫാദർഹുഡ്, ദൈവത്തിൻ്റെ പിതൃത്വം തെളിയിക്കാൻ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് അവതരിപ്പിക്കുകയാണ്. എപ്പിമെനിഡസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് കവിയുടെ കവിത ചൊല്ലിക്കൊണ്ട്, നിങ്ങളുടെ ഇടയിലും ഒരു കവി ഉണ്ടായിരുന്നു എപ്പിമെനിഡസ്, അദ്ദേഹത്തിൻ്റെ കവിതയാണ് നാം അവൻ്റെ സന്താനമാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ പിതൃത്വത്തെ നാം അംഗീകരിക്കുന്നു. ആ പിതാവായ ദൈവത്തിൻ്റെ സഹോദരങ്ങളാണ്, മക്കളാണ് നാം എല്ലാവരും. അതാണ് സുവിശേഷത്തിൻ്റെ കാതലെന്ന് പറയുന്നത്. നിങ്ങളുടെ കവിയും എങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് പൗലോസ് ആ കവിത ചൊല്ലിയപ്പോൾ ജനക്കൂട്ടം അമ്പരന്ന് പോയി. സോക്രട്ടീസിനെ വെല്ലുന്ന പാണ്ഡിത്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നാം അവൻ്റെ സന്താനമാണ്. 26-ാം വാക്യത്തിൽ പറയുന്നു, ഭൂതലത്തിലങ്ങ് കുടിയിരിപ്പാൻ തക്കവണ്ണം അവൻ ഒരുത്തനിൽ നിന്ന് സകല മനുഷ്യരെയും ഉളവാക്കിയെന്ന്. സകല മനുഷ്യരെയും ഒരുത്തനിൽ നിന്നുളവാക്കി എന്ന് പറയുന്ന ഏക ഗ്രന്ഥം ഈ സമയം ഞാൻ പ്രസംഗിക്കുന്ന ഈ ബൈബിൾ മാത്രമാണ്. സകല മനുഷ്യരെയും, മെയ്ഡ് ബൈ ഔട്ട് ഓഫ് വൺ ബ്ലഡ്, ഒരു സകല ജനതയെയും, ഈ ലോകത്ത് കാണുന്ന 700 കോടിയിലധികം ജനതയെ, സകല മനുഷ്യരെയും, അത് മംഗളോഡിയൻസ് ആകട്ടെ, നീഗ്രോയിഡ്സ് ആകട്ടെ, അസ്ട്രോഡിയൻസ് ആകട്ടെ, പ്രോട്ടോസ്ട്രോഡിയൻസ് ആകട്ടെ, ഏത് ജനവർഗങ്ങളാകട്ടെ, ഏത് ഗോത്ര സംസ്കാരങ്ങളാകട്ടെ, ഏത് മനുഷ്യവർഗവും ഒരു രക്തത്തിൽ നിന്നുളവായി എന്ന് പറയുന്ന, ഒരു മനുഷ്യനുളവായി എന്ന് പറയുന്ന മാനവികതയുടെ സമത്വ ദർശനത്തിൻ്റെ സന്ദേശമാണ് വിശുദ്ധ ബൈബിളിൻ്റെ സന്ദേശം എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് വിഭാഗ്യതയെ വിശുദ്ധ ബൈബിൾ അംഗീകരിക്കുന്നില്ല, വിഭജനങ്ങളെ വിശുദ്ധ ബൈബിൾ അംഗീകരിക്കുന്നില്ല. സൃഷ്ടിപ്പിൽ തന്നെ സമത്വമായിരുന്നു. ഏതൻ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, സൃഷ്ടിപ്പിൽ തന്നെ ഈ സമത്വം തന്നെയായിരുന്നു. അവരെ ആണും പെണ്ണുമായി സൃഷ്ടിക്കുകയാണ്. അവരെ സൃഷ്ടിപ്പിൽ തന്നെ സമത്വമാണ്. ഒരാളെ തലയിൽ നിന്നും ഒരാളെ കാലിൽ നിന്നും എടുക്കുന്ന ഒരു തരത്തിലുള്ള അപരിഷ്കൃതമായ അധപ്പതിച്ച അസമത്വമല്ല, പിന്നെയോ സൃഷ്ടിപ്പിൽ തന്നെ സമത്വമാണ്. മനുഷ്യൻ്റെ സമത്വത്തെക്കുറിച്ച് ഉദ്ഘോഷിക്കുന്ന, മനുഷ്യ സമൂഹമെല്ലാവരും ഒരുത്തനിൽ നിന്നുളവായി എന്ന് പറയുന്ന, ഒരു രക്തത്തിൽ നിന്നുളവായി എന്ന് പറയുന്ന. അതുകൊണ്ട് നിങ്ങളെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഈ സന്ധ്യയിലും നിങ്ങളോട് പങ്കുവെക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുമായി ഞങ്ങൾക്ക് രക്തബന്ധമുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ്. നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളിൽ ആണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്ന്. ആ കാഴ്ചപ്പാടുള്ള ഞങ്ങൾക്ക് പാർലമെൻറ്റിന് ബോംബ് വയ്ക്കാൻ പറ്റില്ല. ആ കാഴ്ചപ്പാടുള്ള ഞങ്ങൾക്ക് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് വയ്ക്കാൻ പറ്റില്ല. ആ കാഴ്ചപ്പാടുള്ള ഞങ്ങൾക്ക് ഏതെങ്കിലും റെസ്റ്റോറിൽ മനുഷ്യച്ചാവേറുകളാകാൻ പറ്റില്ല. ആ കാഴ്ചപ്പാടുള്ള ഞങ്ങൾക്ക് എല്ലാവരെയും സഹോദരങ്ങളായി കാണുന്ന, എല്ലാവരെയും ഒന്നായി കാണുന്ന, സകലരും ഒരു രക്തത്തിൽ നിന്നുളവായി എന്ന് പറയുന്ന, എല്ലാവരും, എല്ലാ മനുഷ്യവർഗവും ഒരു രക്തത്തിൽ ഉളവായി എന്ന് പറയുന്ന സമത്വത്തിൻ്റെ സന്ദേശമാണ് വിശുദ്ധ ബൈബിളിൻ്റെ സോഷ്യലിസ്റ്റ് ദർശനം എന്ന് വളരെ വ്യക്തമായി തിരിച്ചറിയേണ്ടത് അത്യാവശ്യമായ വസ്തുതയാണ്. അതുകൊണ്ടൊരു ജാതിരഹിത സമൂഹം, ഒരു വർഗരഹിത സമൂഹം, ഒരു 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 സാമ്പത്തിക സമത്വം നിലനിൽക്കുന്ന ഒരു ചൂഷണരഹിത സമൂഹമാണ് യേശുക്രിസ്തു മുന്നോട്ട് വെച്ചത്. യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ അന്തർധാരയതാണ്. നസ്രത്ത് മാനിഫെസ്റ്റോയുടെ പ്രമേയം അതുതന്നെയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സന്ദേശം അതുതന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമായ വസ്തുതയാണ്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ ജാതീയതയ്ക്കെതിരാണ്, വിശുദ്ധ ബൈബിൾ ചൂഷണങ്ങൾക്കെതിരാണ്,
വിശുദ്ധ ബൈബിൾ അസമത്വങ്ങൾക്ക് എതിരാണെന്ന് വളരെ വ്യക്തമായി നമ്മൾ തിരിച്ചറിയേണ്ട അത്യാവശ്യമായ വസ്തുതയാണ്. അതുകൊണ്ട് നമുക്കറിയാം, വർണ്ണസിദ്ധാന്തങ്ങളുള്ള ഒരു പ്രത്യേകമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചാതുവർണ്ണ്യം, മയാസിഷ്ടം, ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്ന മറ്റൊരു സിദ്ധാന്തം മറ്റൊരിടത്ത് വിവിധങ്ങളായ നിലകളിൽ ആളുകളെ വിഭജിച്ചുകൊണ്ട് നാട്ടിൽ തമ്മിലടിക്കുന്ന വർഗീയതയുടെ ഹിംസാത്മകതയുടെ പ്രത്യശാസ്ത്രം ഉറഞ്ഞുതുള്ളുന്ന മറ്റൊരു രാഷ്ട്രീയം മറ്റൊരിടത്ത്, ഇതെല്ലാം കൂടി നിൽക്കുന്ന ഒരു പ്രത്യേകമായ സാമൂഹിക പരിസരത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ജാതിരഹിതമായ വർഗീയരഹിതമായ സാമ്പത്തികമായ ചൂഷണങ്ങളില്ലാത്ത യേശു ക്രിസ്തു പഠിപ്പിച്ച സമത്വത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന സാഹോദര്യത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സോഷ്യലിസ്റ്റ് ദർശനമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി വളരെ വ്യക്തമായി നമ്മൾ കാണുന്ന 4-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല, സകലതും പൊതുവെ എന്ന് അവർ എണ്ണി. അതുകൊണ്ട് അവരുടെ ഇടയിൽ മുട്ടുള്ളവരാരും ഉണ്ടായിരുന്നില്ല. ആവശ്യം പോലെ അവർ വിഭവങ്ങൾ പങ്കിട്ടിരുന്നു. വിഭവങ്ങൾ പങ്കിടുന്ന കൂട്ടായ്മയുടെ ഒരു ദർശനമായിരുന്നു ആദിമസഭയിൽ ഉണ്ടായിരുന്നത്. കർഷകരോട് ചൂഷണം പാടില്ല. അവർ ജോലി ചെയ്തിട്ട് കൊയ്ത്തുകാരുടെ ജോലിക്കാരുടെ കൂലി പിടിച്ചു വെക്കാൻ പാടില്ല എന്ന് വ്യക്തമായി യാക്കോബ് എൻ്റെ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ വിശദീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കൃഷിക്കാരന് തൻ്റെ ഫലം കൊടുക്കണമെന്ന് 2 തിമോഥെയോസ് 2:6 പറയുകയാണ്. കൂലിക്കാരൻ്റെ കൂലി കൊടുക്കണമെന്ന് വ്യക്തമായി പറയുകയാണ്. ചൂഷണം പാടില്ല എന്ന് വ്യക്തമായി പറയുകയാണ്. ആരാണോ കൃഷി ചെയ്യുന്നത് ആ കർഷകർ അതിൻ്റെ ഫലമെടുക്കണം എന്ന് വ്യക്തമായി പറയുകയാണ്. അത്തരത്തിലുള്ള സാഹോദര്യത്തിലും സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും അധിഷ്ഠിതമായിരിക്കുന്ന ഒരു സിവിൽ സമൂഹത്തിൻ്റെ ഒരു തികച്ചും മതേതരമായ ഒരു സമൂഹത്തിൻ്റെ മാനവികമായ ഒരു പരികൽപ്പനയാണ് ഈ സുവിശേഷം എന്ന് നമ്മൾ വ്യക്തമായി തിരിച്ചറിയണം. അത് തോമസ് മൂറിൻ്റെ ഉട്ടോപ്യക്കാൾ ശ്രേഷ്ഠമാണ്, അത് പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിനേക്കാൾ ശ്രേഷ്ഠമാണ്, അത് ഗാന്ധിയുടെ രാമരാജ്യത്തെക്കാൾ ശ്രേഷ്ഠമാണ്, അത് ഖലീഫമാരുടെ ഖിലാഫത്തിനേക്കാൾ ശ്രേഷ്ഠമാണ്. ആ ദൈവരാജ്യത്തിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് നീതി വസിക്കുന്ന, സമത്വം നിലനിൽക്കുന്ന, സാഹോദര്യം നിലനിൽക്കുന്ന, സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാമ്പത്തിക ആത്മികമായ വ്യവസ്ഥിതിയ ദൈവം ഈ ഭൂമി സ്ഥാപിക്കാൻ പോകുന്ന ദൈവരാജ്യത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നും തിരിച്ചറിയേണ്ട അത്യാവശ്യമായ വസ്തുതയാണ്. ആ മാനവികത അംഗീകരിക്കാനാണ് ലോകം ഇന്ന് തയ്യാറായിരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ശക്തമായ മുന്നേറ്റങ്ങളാണ്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ശക്തമായ മുന്നേറ്റങ്ങളാണ്, ചൈന പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ശക്തമായ ആത്മീയമായ മുന്നേറ്റങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സന്ദേശത്തെ ഏറ്റെടുക്കാൻ വേണ്ടി ആളുകൾ മുന്നോട്ട് കടന്നു വരികയാണ്. വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ എനിക്ക് പിന്നാലെ 2 പേർക്ക് അവതരിപ്പിക്കാനുള്ളത് കൊണ്ട് വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളാം. മാത്രമല്ല, ഈ സന്ദേശം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. സ്നേഹം തന്നെയാണ്, സ്നേഹത്തിൻ്റെ ആഴക്കടലാണ്. സ്നേഹത്തെ മനസ്സിലാക്കാൻ ക്രിസ്ത്യാനിറ്റിയെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. സ്നേഹത്തെ മനസ്സിലാക്കാൻ ക്രിസ്തുവിൻ്റെ ജീവിതവും പഠിപ്പിക്കലും തിരിച്ചറിയേണ്ട അത്യാവശ്യമായ വസ്തുതയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 44 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്ന് വ്യക്തമായി പറയുന്നു. ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്ന് പറയുന്ന, കൂട്ടുകാരെ സ്നേഹിപ്പീൻ എന്ന് പറയുന്ന, അയൽവക്കക്കാരെ സ്നേഹിപ്പീൻ എന്ന് പറയുന്ന ഏറ്റവും പകരം വെക്കാൻ കഴിയാത്ത, സമാനതകളില്ലാത്ത ഒരു സന്ദേശം ഇതുപോലെ പറയാൻ ഏതാണുള്ളത്? മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറയുന്ന, കൂട്ടുകാരെ സ്നേഹിക്കാൻ പറയുന്ന ആ സന്ദേശം. സത്യനിഷേധികളെ വധിക്കണമെന്ന് പറയുന്ന ഒരു മാർഗത്തിന് എങ്ങനെയാണ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയുന്ന ലൂക്കോസ് രചിയുടെ 10-ാം അധ്യായം 27-ാം വാക്യത്തിൽ നിൻ്റെ അയൽവക്കാരനെ സ്നേഹിക്കാൻ പറയുന്ന, നിങ്ങളെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് സമരം ചെയ്യുക, അവരോട് നിങ്ങൾ പരുഷഭാവം കാണിക്കുക, അവർ നിങ്ങളുടെ പരുഷഭാവം കാണട്ടെ. സത്യ നിഷേധികളെ കൊലപ്പെടുത്തണമെന്ന് പറയുന്ന ഒരു ഹിംസാത്മകതയുടെ ഒരു രാഷ്ട്രീയത്തിന്, ഒരു പ്രത്യശാസ്ത്രത്തിന് എങ്ങനെയാണ് വാൾ ഉറയിലിടുക എന്ന് പറഞ്ഞ, വാളെടുക്കുന്ന വാളാലെന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശത്തോട് പകരം വെക്കാൻ കഴിയുന്നത്? ഈ സന്ധ്യ ഞാൻ വിളിച്ചു പറയട്ടെ, ഇതിന് പകരം വെക്കാൻ മറ്റൊരു രാഷ്ട്രമീമാംസ, മറ്റൊരു ഫിലോസഫി ലോകത്തില്ലേ ഇല്ല. കാരണം ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുന്ന, അയൽവക്കക്കാരനോട് സ്നേഹത്തോട് പെരുമാനം പറയുന്ന, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. മത്തായി സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യം, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ,
എന്ന് വ്യക്തമായി പറയുന്നു. റോമാലേഖനം 12-ാം അധ്യായം 14 മുതൽ 18 വരെ നിങ്ങൾ എല്ലാവരോടും സമാധാനപരമായിരിപ്പീൻ എന്ന് വ്യക്തമായി പറയുന്നു. അല്ലാതെ നിങ്ങൾ അടുത്ത് താമസിക്കുന്നവരോട് ശത്രുതയും വിദ്വേഷവും ഇളക്കി വിടണമെന്ന് പറഞ്ഞ് അവരെ കീഴ്പ്പെടുത്തണമെന്ന് പറഞ്ഞ് അവരെ മിത്രമാക്കാൻ പോലും നിങ്ങൾ തയ്യാറാകരുതെന്ന് പറയുന്ന ഒരു മാർഗത്തിന് ഒരിക്കലും ഇതിനോട് പകരം വയ്ക്കാൻ സാധ്യമല്ല. ക്രിസ്തു പറയുന്നു മത്തായി 5:21 മുതൽ 22 വരെ, നിങ്ങൾ കൊല ചെയ്യരുത്, ബഹുദൈവ വിശ്വാസികളെ കാണുന്ന ഇടങ്ങളിൽ വെച്ച് കൊന്നുകളയണമെന്ന് പറയുന്നവർ വളരെ ഗൗരവമായി ഒരു കാര്യം മനസ്സിലാക്കണം. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ഒരു മാർഗത്തിൻ്റെ വ്യക്തമായി നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വന്തം ഭർത്താവിനെയും 6 വയസ്സും 10 വയസ്സുമുള്ള തൻ്റെ മക്കളെ ചുട്ടുകൊന്നിട്ട് അവരോട്, എൻ്റെ മക്കളെ കൊന്നവരോട്, എൻ്റെ ഭർത്താവിനെ കൊന്നവരോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയാൻ ഗ്ലാഡിസിന് മാത്രമേ കഴിയത്തുള്ളൂ. ഗ്ലാഡിസ് പ്രതികരിക്കുന്ന പ്രത്യയശാസ്ത്രം സ്നേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ അടുത്തിടെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ട ക്രൂരമായി കൊല ചെയ്യപ്പെട്ട പെരുമ്പാവൂർകാരി റാണി മരിയത്തിൻ്റെ കൊലപാതകി അവരുടെ വീട്ടിൽ വന്നപ്പോൾ റാണി മരിയത്തിൻ്റെ അപ്പനും അമ്മയും കൊലപാതകനെ, ഘാതകനെ തലയിൽ കൈവച്ച് അനുകരിക്കാൻ പറ്റുന്നത് ക്രിസ്ത്യാനിറ്റിക്കല്ലാതെ, സുവിശേഷത്തിൻ്റെ മാർഗത്തിനല്ലാതെ ഏത് മാർഗത്തിനാണ് കഴിയുക? അതുകൊണ്ട് ഈ മാർഗം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. സ്നേഹത്തിൻ്റെ ആഴക്കടൽ കാണണമെങ്കിൽ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ആഡംബരപ്പും തിരിച്ചറിയണം. ക്രിസ്തുവിൻ്റെ മാർഗത്തെ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമായ വസ്തുതയാണ്. അതുകൊണ്ട് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട വസ്തുത യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളാണ്. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെ നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ നിങ്ങൾ അവിടം വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി സാക്ഷ്യത്തിനായി കുടഞ്ഞുകൊള്ളുവീൻ. യേശു പറഞ്ഞതാ. മർക്കോസിലെ സുവിശേഷം 6-ാം അധ്യായം 11-ാം വാക്യം. നിങ്ങളുടെ പ്രമേയം സ്വീകരിക്കാത്തവരുണ്ട്, നിങ്ങളുടെ പ്രസംഗം തള്ളിക്കളയുന്നവരുണ്ട്, നിങ്ങളെ ഉപദ്രവിക്കുന്നവരുണ്ട്. എങ്ങനെയാകണം നിങ്ങളുടെ സമീപനം? നിങ്ങൾ അവിടുന്ന് പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവിടെ നിങ്ങൾ ഇട്ടിട്ട് ശേഷം നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക. എന്നാൽ മതം അല്ലാഹുവിന് അധീനമാക്കപ്പെടും വരെ നിങ്ങൾ ആരോടാണോ ഇത് സംഘർഷപ്പെടുന്നത്, ആ ചിന്താധാര, ആ മതം നിങ്ങൾക്ക് അധീനമാകുന്നിടം വരെ അവരോട് യുദ്ധം ചെയ്യാൻ പറയുന്ന ഈ മാർഗവും നിങ്ങളെ തിരസ്കരിക്കുമ്പോൾ, നിങ്ങളുടെ പ്രമേയം വേണ്ട എന്ന് പറയുമ്പോൾ, ഈ സുവിശേഷം പ്രസംഗിക്കുന്നവരെ അപമാനിക്കുമ്പോൾ നിങ്ങൾ അവിടുന്ന് സമാധാനത്തോടെ മടങ്ങി അവരെ അനുഗ്രഹിച്ചിട്ട് പോരാൻ പറയുന്ന സുവിശേഷവും ഈ മതം നിങ്ങൾക്ക് അധീനപ്പെടും വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്ന് പറയുന്ന മതവും തമ്മിൽ എങ്ങനെയാണ് സൗഹാർദ്ദത്തിൽ പോകാൻ പറ്റുക? എങ്ങനെയാണ് സൗഹാർദ്ദ സംഗമം നടത്താൻ പറ്റുക എന്ന് നമ്മൾ തിരിച്ചറിയണം. നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ വസ്ത്രമെടുക്കാൻ ഇച്ഛിക്കുന്നവരോട് പുതപ്പും വിട്ടുകൾ കൊടുക്കുക എന്ന് പറയുന്ന ഒരു സന്ദേശം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 40-ാം വാക്യം. നിങ്ങളുടെ പുതപ്പ്, വസ്ത്രമെടുക്കുന്നവൻ്റെ കയ്യിലേക്ക് പുതപ്പ് വിട്ടുകൊടുക്കുന്ന ഒരു സന്ദേശം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് ക്രിസ്ത്യാനിറ്റി മാത്രമാണ്, അത് ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ മാത്രമാണ്. എന്നാൽ യുദ്ധത്തിൽ കൊള്ളയടിക്കുന്ന സ്വത്തുക്കളുടെ വിഹിതം അല്ലാഹുവിനും ദൂതനും അവകാശപ്പെട്ടതാണെന്ന് പറയുമ്പോൾ കൊള്ളയടിച്ചതിൻ്റെ വീതം പോലും എൻ്റേതാണെന്ന് പറയുന്ന ഒരു മാർഗത്തിന് എങ്ങനെയാണ് വസ്ത്രം പിടിച്ചു കൊണ്ടുപോകുന്നവരുടെ അടുക്കൽ പുതപ്പൂടെ വിട്ടുകൊടുക്കുന്ന മാനവികതയുടെ ഉത്തുംഗമായ ശൃംഗങ്ങളിൽ നിൽക്കുന്ന ഈ സന്ദേശത്തിന് പകരം വയ്ക്കാൻ കഴിയുക? ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ, ഫ്രട്ടേണിറ്റിയുടെ, ആ സമത്വത്തിൻ്റെ, അതുപോലെ തന്നെ വിമോചനത്തിൻ്റെ, സാർവലൗകികതയുടെ ആ ഒരു സന്ദേശം ആണ് വിശുദ്ധ ബൈബിളിൻ്റെ സന്ദേശം, സുവിശേഷത്തിൻ്റെ സന്ദേശം. ആ സാർവലൗകികയുടെ സന്ദേശത്തെ ഏറ്റെടുക്കാൻ ഈ ശബ്ദവാഹിനിയിലൂടെ, ഓൺലൈനിലൂടെ, വിവിധങ്ങളായ സാങ്കേതികവിദ്യയിലൂടെ ഈ ശബ്ദം കേൾക്കുന്നവരോട് ഈ സാർവലൗകികതയുടെ, ഈ വിമോചനത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ, ഈ സാഹോദര്യത്തിൻ്റെ സന്ദേശത്തെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമായ വസ്തുതയാണ്. ഇത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. ഇത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന, മതങ്ങൾക്കപ്പുറത്ത് മാനവികതയുടെ ഒരു വക്താക്കളാക്കി മാറ്റുന്ന ഒരു സന്ദേശമാണ്. ഈ സന്ദേശം ഇത് നിങ്ങൾ തിരിച്ചറിയുക. സമാധാനത്തെക്കുറിച്ച് പറഞ്ഞ് വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഷാലോം, സമാധാനം. ഭീഷണിയും അക്രമവും യുദ്ധവും കൊള്ളിയൊപ്പും കലാപങ്ങളൊന്നുമില്ലാത്ത മനുഷ്യ സമൂഹത്തിന് സമൂലമായ സൗഖ്യം പറയുന്ന ഒരു സന്ദേശമാണ് ഈ വിശുദ്ധ ബൈബിളിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. ബൈബിൾ ഭീഷണിയെക്കുറിച്ച്, അക്രമത്തെക്കുറിച്ച്, കലാപങ്ങളെക്കുറിച്ച്, യുദ്ധങ്ങളെക്കുറിച്ച് ഒന്നും അവതരിപ്പിക്കാതെ യേശുക്രിസ്തുവിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ സന്ദേശമാണ്. കഴിഞ്ഞ ഒരു ദിവസം ഒരു ഓൺലൈൻ പ്രസംഗത്തിൽ
ഭഗവത്ഗീതയും ബൈബിളുമായി ബന്ധപ്പെട്ട് ഒരു സന്ദേശം കൊടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ സാന്ദർഭികമായി ഓർപ്പിക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ ശക്തമായി മുന്നോട്ട് വരികയാണ്. തൻ്റെ തൊട്ടു മുമ്പേ നിൽക്കുന്നത് കൗരവരാണ്, സഹോദരങ്ങളാണ്, ഭീഷ്മാചാര്യരാണ്, ദുര്യോധനനാണ്, ദ്രോണാചാര്യരാണ്, ശ്രേഷ്ഠന്മാരായ ആൾക്കാരാണ്, സഹോദരങ്ങളാണ്. സഹോദരങ്ങളെ കണ്ടിട്ട് ഗാന്ധീവം നിലത്തിട്ടുകൊണ്ട് വിഷണനായി താടിക്ക് കൈ കൊടുത്ത് വിഷമിച്ച് അർജുനൻ നിൽക്കുമ്പോൾ പാർത്ഥസാരഥി കൃഷ്ണൻ എന്താണ് പറയുന്നത്? സഹോദരങ്ങളെ നീ നോക്കണ്ട, നിന്റെ ഭീഷ്മാചാര്യരെ നോക്കണ്ട, ദ്രോണാചാര്യരെ നോക്കണ്ട, സഹോദരങ്ങളെ കൊലപ്പെടുത്താൻ പറയുകയാണ്. ഞാൻ ആ സന്ദേശത്തിനിടയിൽ പറഞ്ഞൊരു വസ്തുതയുണ്ട്. അർജുനൻ്റെ സാരഥി യേശു ക്രിസ്തുവായിരുന്നെങ്കിൽ കുരുക്ഷേത്രം പോലും ഉണ്ടാകുകയില്ലായിരുന്നു എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. അതാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം, അതാണ് സുവിശേഷത്തിൻ്റെ മാനവികത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭീഷണിയോ അക്രമമോ കൊലപാതകമോ ഒന്നുമില്ലാത്ത ഷാലോം സമാധാനത്തിൻ്റെ സന്ദേശമാണ്. ഇത് സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ്. മത്തായി 5:9 സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും എന്ന് വ്യക്തമായി യേശു ക്രിസ്തുവിൻ്റെ പ്രസിദ്ധമായ ആ ഗിരിപ്രഭാഷണത്തിൽ പറയുകയാണ്. ഈ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത്. ക്രൂശിൽ സമാധാനം ഉണ്ടാക്കി എന്ന് റോമാലേഖനത്തിൽ വളരെ വ്യക്തമായി നാം വായിക്കുന്നുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം, അതിൻ്റെ 10-ാം വാക്യം, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, യേശു ക്രിസ്തു സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം, യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ, യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, യേശു ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണം മനുഷ്യവർഗത്തിന് സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഈ ലോകത്ത് സർവശക്തനായ ദൈവം അയച്ച രക്ഷാവ്യവസ്ഥയാണ്. ആ യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ. ആ ഏക കർത്താവ്, ഏക രക്ഷകൻ, ഏക ദൈവം, ഏക മധ്യസ്ഥനായ യേശു ക്രിസ്തുവിലൂടെ സാധ്യമായ രക്ഷാവ്യവസ്ഥയും ആ പ്രമാണങ്ങളെയും മൂല്യവ്യവസ്ഥകളെയും ലോകം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, ഈ സമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് വാക്കുകളെ ഞാൻ വേഗത്തിൽ വൈൻഡപ്പ് ചെയ്യുകയാണ്. ലോകത്തെമ്പാടും വന്നിട്ടുള്ള മാറ്റങ്ങൾ നാം തിരിച്ചറിയണം. ഈ വിശുദ്ധ ബൈബിളാണ് ലോകത്തെപ്പോലും മാറ്റിമറിച്ചിരിക്കുന്നത്, നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഓർപ്പിച്ചു, ആഫ്രിക്കയിൽ ഈ ബൈബിളെത്തി, അമേരിക്കയിൽ ഈ ബൈബിളെത്തി, ഈ ബൈബിൾ ഇന്ത്യയിലെത്തി, കേരളത്തിലെത്തി. സുവിശേഷം എത്തുന്നതിന് മുമ്പ്, ബൈബിൾ എത്തുന്നതിന് മുമ്പ്, മിഷണറിമാർ എത്തുന്നതിന് മുമ്പ് ഈ നാടിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്തിലെ ഒരു രാജ്യത്തുമില്ലാത്ത അറുപ്പെന്തിരിപ്പൻ ജാതി വ്യവസ്ഥയാണ്. ആരോഹണക്രമത്തിൽ ആദരിക്കപ്പെടുകയും അവരോഹണക്രമത്തിൽ അനാദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ജാതി വ്യവസ്ഥ. നായ്ക്കും നരിക്കും ഈ റോഡിലൂടെ പോകാം, മനുഷ്യന് നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. കാളയ്ക്കും കഴുതയ്ക്കും പൊതുക്കിണറ്റിലെ വെള്ളം കുടിക്കാം, മനുഷ്യന് നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. അത്തരത്തിൽ അക്ഷരവും ആരാധനയും ആത്മാഭിമാനവും അന്തസ്സും സ്വാതന്ത്ര്യവുമെല്ലാം ബലി കഴിക്കപ്പെട്ട് സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് അരികുവൽക്കരിക്കപ്പെട്ടു പോയ മനുഷ്യവർഗത്തെ മനുഷ്യനാക്കി മാറ്റിയത് സുവിശേഷം ഈ നാട്ടിലെത്തിയത് കൊണ്ടാണ്, ബൈബിൾ ഈ നാട്ടിലെത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രത്തിൽ വന്നിട്ടുള്ള സകലവിധമായ മാറ്റങ്ങൾക്കും കാരണം വിശുദ്ധ ബൈബിളാണ്. 1947 ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ 40 കോടി ജനത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തമായി അണക്കെട്ടുകളില്ലായിരുന്നു, വ്യവസായ സ്ഥാപനങ്ങളില്ലായിരുന്നു, ഒരു മുട്ടുസൂചി പോലും ഉണ്ടാക്കാൻ പര്യാപ്തമില്ലാതിരുന്ന, സ്വയം പര്യാപ്തമില്ലാതിരുന്ന പാവപ്പെട്ടവൻ്റെ നാടായിരുന്നു. കുഷ്ഠരോഗികളുടെ, നായാടികളുടെ, പാമ്പാട്ടികളുടെ, മന്ത്രവാദികളുടെ നാടായിരുന്നു. 40 കോടിയിൽ നിന്ന് ഇന്ന് 130 കോടി ജനതയായി ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക, സാമ്പത്തിക, രാഷ്ട്രീയ, ജനാധിപത്യ ശക്തിയായി ഇന്ന് രാജ്യം മാറിയിരിക്കുമ്പോൾ ഈ രാജ്യത്തിനുണ്ടായിട്ടുള്ള എല്ലാവിധമായ മാറ്റങ്ങൾക്കും പുറകിൽ വിശുദ്ധ ബൈബിൾ തന്നെയാണ്. ഈ നാടിനെ പ്രകാശമാനമാക്കിയത് വിശുദ്ധ ബൈബിൾ തന്നെയാണ്. ഞാൻ നിന്ന് പ്രസംഗിക്കുന്നത് എറണാകുളത്താണല്ലോ, കൊച്ചിയിൽ നിന്നാണല്ലോ. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, കൊച്ചി എന്നുള്ള പേര് വന്നതുപോലും ബൈബിളിൽ നിന്നാണ്. കൊച്ചി എന്നുള്ള പേര് വന്നതുപോലും ബൈബിളിൽ നിന്നാണ്. നമുക്കറിയാം ഇതിൻ്റെ ഉത്ഭവം ബൈബിളിൽ നിന്ന് തന്നെയാണ്. നമുക്കറിയാം കൊച്ചി തുറമുഖമൊന്നും ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. നിങ്ങൾ വായിക്കണം, കേരള യഹൂദരുടെ സാംസ്കാരിക ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, DC ബുക്സിലുണ്ട്. ഡോക്ടർ PK പീതാംബരൻ എഴുതിയ പുസ്തകമാണ്. അതെൻ്റെ കൈവശമുണ്ട്, DC ബുക്സിൽ അത് വായിക്കാൻ കിട്ടും. ആ പുസ്തകത്തിനകത്ത് ഡോക്ടർ PK പീതാംബരൻ കേരള യഹൂദരുടെ സാംസ്കാരിക ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. അദ്ദേഹം പറയുന്നത്, ബൈബിളിലെ കോഹൻ എന്ന വാക്കിൻ്റെ പരിണതരൂപമാണ് കൊച്ചി എന്ന് ചരിത്രപണ്ഡിതനായ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. മഹാപുരോഹിതനായിരുന്ന അഹരോൻ്റെ പിൻതലമുറയെ സൂചിപ്പിക്കുന്ന പദമാണ് കോഹൻ. ആ കോഹൻ എന്ന് പറയുന്ന വാക്ക് അതിൽ നിന്നാണ് കൊച്ചി എന്ന പദമുണ്ടായത്. ഇവിടെ കൊച്ചിക്കാരിരിപ്പുണ്ട്,
പഴയ ആൾക്കാരിപ്പുണ്ട്, സീനിയറായ ആൾക്കാരിപ്പുണ്ട്. യഹൂദന്മാർ പൊതുവെ കൊച്ച എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കൊച്ചയിൽ നിന്നാണ് കൊച്ചിയും, അത് കൊച്ചി പരിണമിച്ചാണ് യൂറോപ്യൻ പദമായ കൊച്ചിനും ആയിത്തീർന്നെന്നാണ് ഡോക്ടർ PK പീതാംബരൻ തൻ്റെ കേരള യഹൂദരുടെ സാംസ്കാരിക ചരിത്രം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോഹൻ, കൊച്ച, കൊച്ചി, കൊച്ചിൻ, വെളുത്ത കൊച്ച, കറുത്ത കൊച്ച, കൊച്ചപ്പള്ളി, കൊച്ചത്തെരുവ്, കൊച്ചത്തൊപ്പി, മുട്ടക്കാരൻ കൊച്ച, തയ്യക്കാരൻ കൊച്ച, ഇങ്ങനെ കാവൽക്കാരൻ കൊച്ച, ഇങ്ങനെ വിവിധ പേരുകളിൽ ആളുകൾ അറിയപ്പെടുന്നുണ്ട്. കൊച്ചിയിലെ പഴയ ആൾക്കാർക്കൊക്കെ ഈ പദങ്ങൾ വളരെ സുപരിചിതമാണ്. അതുകൊണ്ട് PK പീതാംബരൻ പറയുന്നത് കൊച്ചി എന്ന പേര് പോലും വിശുദ്ധ ബൈബിളിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഈ എറണാകുളത്ത് നിന്നുകൊണ്ട് പറയട്ടെ, ഈ നാടിനെ ഈ പരുവത്തിലാക്കിയത് വിശുദ്ധ ബൈബിളിൽ നാട്ടിലെത്തിയത് കൊണ്ടാണ്. ഈ നാട്ടിലുണ്ടായിട്ടുള്ള എല്ലാവിധമായ സാംസ്കാരികമായ മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നത് ബൈബിൾ ഈ നാട്ടിലെത്തിയുകൊണ്ടാണ്. എറണാകുളത്തു നിന്നുകൊണ്ടാണല്ലോ പ്രസംഗിക്കുന്നത്. 1599 നടന്ന ഉദയംപൂർ സുന്നകദോസാണ് കേരളത്തിലെ ആദ്യത്തെ ജാതിവിരുദ്ധ സമരം നടന്നതിന് വ്യക്തമായി മനസ്സിലാക്കണം. മെനേസിസ് മെത്രാപ്പോലീത്തയുടെ പ്രഖ്യാപനമായിരുന്നത് കേരളത്തിൽ ആദ്യമായി അയിത്തം പാടില്ല എന്ന്, കേരളത്തിൽ ആദ്യമായി ജാതി പാടില്ല എന്ന് ഒരു പ്രഖ്യാപനമുണ്ടായത് ഉദയംപൂർ സുന്നകദോസിലാണ്. ഉദയംപൂർ സുന്നകദോസാണ് കേരളത്തിലെ ആദ്യത്തെ ജാതിവിരുദ്ധ പ്രഖ്യാപനം നടത്തിയത്. പ്രിയമുള്ളവരെ, ഐത്തോച്ചാടന പ്രസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയമുണ്ടാകുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ ഇവിടെ വിവിധങ്ങളായ നവോത്ഥാന ശ്രമങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് കേരളത്തിലെ ആദ്യത്തെ ജാതിവിരുദ്ധ പ്രഖ്യാപനമുണ്ടായത് ഉദയംപേർ സുന്നകദോസിലാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായി ജാതിക്കെതിരെ, അസമത്വങ്ങൾക്കെതിരെ, വിഷലിപ്തമായ സമ്പ്രദായങ്ങൾക്കെതിരെ, സാംസ്കാരികമായ ജീർണതകൾക്കെതിരെ ശക്തമായ മുന്നേറ്റങ്ങളുമായി മുന്നോട്ട് പോയത് വേദപുസ്തകത്തിൻ്റെ ബൈബിളിൻ്റെ ഇടപെടലാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമായ വസ്തുതയാണ്. ഞാൻ ഓർപ്പിക്കുന്നൊരു കാര്യം, ലോകത്തെവിടെങ്കിലും വസ്ത്രം ധരിക്കാൻ വേണ്ടി സമരം ചെയ്തിട്ടുണ്ടോ? ലോകത്തെവിടെങ്കിലും വസ്ത്രം ധരിക്കാൻ ഈ നാട്ടിൽ സമരം ചെയ്ത നാടാണ്. ചാനാർ സ്ത്രീകൾക്ക്, നാടാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുവാദമില്ലായിരുന്നു. സ്ത്രീകൾക്ക് പൊതുവേ ഒരു സ്വാതന്ത്ര്യമില്ലായിരുന്നു. നായ സ്ത്രീകൾ പോലും പീഡിപ്പിക്കപ്പെട്ടവരാണ്. നമ്പൂതിരി സ്ത്രീകൾ പോലും പീഡിപ്പിക്കപ്പെട്ടവരാ. വസ്ത്രം ധരിച്ചിരുന്ന ഇല്ലത്തിന് വെളിയിൽ വരുമ്പോഴാ, ഇല്ലത്തിനകത്തൊരു വസ്ത്രം ധരിച്ചിരുന്നില്ല. ദൈവങ്ങളുടെ മുമ്പിൽ അവർക്ക് മാറുമറയ്ക്കാൻ അനുവാദങ്ങളില്ലായിരുന്നു. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹമായിരുന്നു നമ്മുടെ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. ഊരൂട്ടമ്പലത്ത് പഞ്ചമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ പേരിലാണ് ഊരൂട്ടമ്പലത്തെ സ്കൂളിന് തീവെച്ചതും സംഭവം ഉണ്ടായത്. ഞാൻ വരുന്ന ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്, ചെങ്ങന്നൂരിൽ നിന്നാണ്. അവിടെ നടന്നൊരു സംഭവം നിങ്ങൾക്ക് അറിയാം. ചേർത്തലയ്ക്ക് അടുത്ത് അവിടെ നങ്ങേലി എന്ന് പറയുന്ന ഒരു ഈഴവ യുവതി, നങ്ങേലി എന്ന് പറയുന്ന ഈഴവ, ഈ നാട്ടിൽ എല്ലാത്തിനും കരം കൊടുക്കണം. ശരീരത്തിലെ അവയവങ്ങൾക്ക് പോലും കരം കൊടുക്കണം. തലയ്ക്ക് കരം കൊടുക്കണം, വലയ്ക്ക് കരം കൊടുക്കണം, ജോലിക്ക് കരം കൊടുക്കണം, സ്ത്രീകൾക്ക് അവിടെ മാറിടങ്ങൾക്ക് കരം കൊടുക്കണം. അങ്ങനെ കരം പിരിക്കാൻ വന്ന ഉദ്യോഗസ്ഥന് മുമ്പിൽ സ്വന്തം മാറിടം മുറിച്ചു വെച്ച ലോകത്തിലെ ആദ്യത്തെ ഫെമിനിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന നങ്ങേലിയുടെ നാടായിരുന്നു കേരളം എന്ന് പറയുന്നത്. അത്തരത്തിലേക്ക് ഏറ്റവും കിരാതമായ വ്യവസ്ഥകൾ നടന്നിരുന്നൊരു നാട്ടിലാണ് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു. ആ കാലഘട്ടത്തിലാണ് 1822 മുതൽ 1859 വരെ അങ്ങ് തെക്കൻ തിരുവിതാംകൂറിൽ കൽക്കുളത്ത് നടന്ന ലഹള, ബാലരാമപുരത്ത്, നെയ്യാറ്റിൻകരയിൽ, വെങ്ങാനൂര്, ഊരൂട്ടമ്പലത്തൊക്കെ നടന്ന സമരങ്ങളാണ്. ലണ്ടൻ മിഷണറിമാർ ചാൾസ് മീഡിനെ പോലെ, വില്യം തോബിയാസിനെ പോലെ, റിംഗിൾ ടാബിനെ പോലെയുള്ള ലണ്ടൻ മിഷണറിമാർ ചെയ്ത സമരമാണെന്ന് വളരെ വ്യക്തമായി തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൽ ആരംഭിച്ച് EMSൽ അവസാനിക്കുന്ന നവോത്ഥാനത്തെക്കുറിച്ചാണ്, വക്രീകരിക്കുന്ന പഠിപ്പിക്കലുകളാണ്. എന്നാൽ ഈ 1822 ഈ മേൽമുണ്ട് സമരത്തിന് മിഷണറിമാർ നേതൃത്വം കൊടുക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിന് പ്രായം ചെറുപ്പമാണ്. 1888 പ്രിയമുള്ളവരെ, അരിപ്പുറത്ത് പ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. കേരളത്തിൽ നടന്ന ആദ്യത്തെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള സമരം മിഷണറിമാർ നടന്ന മേൽമുണ്ട് സമരമാണ്. അപ്പർ ക്ലോത്ത് സ്ട്രഗിളാണ് എന്ന് ഗൗരവമായി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ ഈ നാട്ടിലെ നവോത്ഥാനത്തിന് വേണ്ടി, ഈ നാട്ടിലെ പരിഷ്കരണത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപാടുകളെ വളരെ ഗൗരവമായി നാം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമായ വസ്തുതയാണ്. ജാതി സമ്പ്രദായത്തിനെതിരെ, വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണല്ലോ KR നാരായണൻ രാഷ്ട്രപതിയായത്
അതുകൊണ്ടാണല്ലോ ഇന്ന് ആളുകളെല്ലാം ഇത്തരത്തിലുള്ള വസ്തുതകൾ പഠിക്കാൻ കാരണമായി തീർന്ന് ഡോക്ടർ പൽപ്പുവിൻ്റെ പിതാവിൻ്റെ പേര് തച്ചടി പപ്പു എന്നാണ്. അദ്ദേഹത്തിന് വീട്ടിൽ പോയി മിഷണറിമാർ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അത്തരത്തിലേക്ക് വളരെ ഗൗരവമായിട്ടുള്ള ഇടപെടൽ മിഷണറിമാർ നടത്തിയ ക്രിസ്ത്യാനിറ്റിയുടെ ഇടപെടലുകൾ, ബൈബിളിൻ്റെ ഇടപെടലുകളാണ് സമൂഹത്തിൻ്റെ സമസ്ത മേഖലയിലും വലിയ പരിഷ്കരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മിഷണറിമാർ ഏറ്റെടുത്ത ഈ സ്വാതന്ത്ര്യത്തിൻ്റെ, ഈ മാനവികതയുടെ, ഈ സാഹോദര്യത്തിൻ്റെ സന്ദേശം ആളുകളുടെ വലിയ ഗൗരവമായ മാറ്റങ്ങൾക്കാണ് ഇടയാക്കി തീർത്തത്. ഭാഷയുടെ കാര്യത്തിൽ, ഭാഷകൾക്ക് ലിപി ഉണ്ടാക്കുന്ന കാര്യത്തിൽ, അതുപോലെ അച്ചടി ലിപി ഉണ്ടാക്കുന്ന കാര്യത്തിൽ, ഡയലക്റ്റുകളുടെ ഏകീകരണത്തിൻ്റെ കാര്യത്തിൽ എല്ലാം വളരെ ഗൗരവമായി ഉള്ള കാര്യമാണ് നടത്തിയിട്ടുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സംസ്കൃതത്തെ യൂറോപ്പിന് പരിചയപ്പെടുത്തിയത് മിഷണറിമാരാണ്. എത്ര പേർക്കതറിയാം എന്നെനിക്കറിയില്ല. സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയെ യൂറോപ്പിന് പരിചയപ്പെടുത്തിയത് മിഷണറിമാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മഹാഭാരതവും രാമായണവും സംസ്കൃതത്തിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സെറാംപൂർ മിഷണറിമാരാണ്. ഇതറിയാത്തൊരു ടീച്ചറാണ് ലോകം മുഴുവൻ നടന്ന് ക്രിസ്ത്യാനിറ്റിക്കെതിരെ ചീത്ത പറയുന്നത്. വളരെ ഗൗരവമായൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. രാമായണം പോലും മഹാഭാരതം പോലും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സെറാംപൂർ മിഷണറിമാരാണ്. മുഴുവൻ മിഷണറിമാർ സംസ്കൃത പണ്ഡിതന്മാരാണ്. വില്യം കേറി സംസ്കൃതത്തിൻ്റെ പ്രൊഫസറായിരുന്നു. റോബർട്ട് ഡീനോമിലി സംസ്കൃത പണ്ഡിതനായിരുന്നു. അദ്ദേഹം 4 വേദങ്ങൾ മനഃപ്പാടമാക്കിയ വ്യക്തിയായിരുന്നു. ബൈബിൾ 5-ാം വേദമായി പഠിപ്പിച്ച് ആശ്രമങ്ങളിൽ കാവ്യെടുത്ത് താമസിച്ച വ്യക്തിയായിരുന്നു റോബർട്ട് ഡീനോമിലി. ബെഞ്ചമിൻ ലെയ്ലി സംസ്കൃത പണ്ഡിതനായിരുന്നു. അതുപോലെ തന്നെ അർണോസ് പാതിരി, കേരളത്തിലെ ആദ്യത്തെ വിലാപകാവ്യ അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം സംസ്കൃത പണ്ഡിതനായിരുന്നു. സകല മിഷണറിമാരും സംസ്കൃത പണ്ഡിതന്മാരായിരുന്നു. യൂറോപ്പിനെ സംസ്കൃതം പോലും പരിചയപ്പെടുത്തിയത് മിഷണറിമാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കേരളത്തിലെ ആദ്യത്തെ പെൺകുട്ടിയുടെ പള്ളിക്കൂടം സ്ഥാപിച്ചത് മിഷണറിമാരാണ്. സ്കൂളുകൾ സ്ഥാപിച്ചത് മിഷണറിമാരാണ് എന്ന് തിരിച്ചറിയുമ്പോൾ വിശുദ്ധ ബൈബിൾ ഈ നാട്ടിൽ വന്നില്ലായിരുന്നുവെങ്കിൽ എല്ലാവരും അടയ്ക്കാമരത്തിന് മുമ്പിൽ പോയി നിന്നേനം. എന്തിനാണെന്നറിയാമോ? കവുങ്ങിൽ നിന്ന് വീഴുന്ന പാള കൊണ്ട് കൗപീനമുണ്ടാക്കി ജീവിച്ചിരുന്ന ഒരു നാട്ടിലാണ് ഇന്ന് ആധുനിക മനുഷ്യരായി ഇന്ന് മലയാളികൾ ജീവിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, ബൈബിൾ ഈ നാട്ടിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, സുവിശേഷം ഈ നാട്ടിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, ഈ നാട്ടിലെ നവോത്ഥാനത്തിന് തുടക്കം വരുത്തിയത്, ഈ നാട്ടിലെ നവോത്ഥാനത്തിന് തുടക്കം ഉണ്ടാക്കിയത് സുവിശേഷമാണ്. ആ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയാണ് മഹാനായ ശ്രീനാരായണഗുരു, അയ്യങ്കാളി, വൈകുണ്ഠസ്വാമികൾ, പണ്ഡിറ്റ് കറുപ്പൻ എല്ലാവരും ഏറ്റെടുത്തത്. ആ നവോത്ഥാനത്തിൻ്റെ മറ്റൊരു തുടർച്ചയാണ് ഈ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ തുടക്കം കുറിച്ചത് ഈ രാജ്യത്ത് സുവിശേഷമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാടിനെ ഇത്തരത്തിൽ പ്രകാശമാനമാക്കാൻ വേണ്ടി ഈ നാട്ടിലെ സമസ്ത ജനവിഭാഗങ്ങളെയും അന്തസ്സോടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ, എല്ലാവിധമായ പൗരാവകാശങ്ങളും അനുഭവിക്കാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കിയത് ഈ സുവിശേഷമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സുവിശേഷത്തിൻ്റെ സാർവലൗകികതയെ, ആ മാനവികതയെ, സ്വാതന്ത്ര്യത്തിൻ്റെ, വിമോചനത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമത്വത്തിൻ്റെ ദർശനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിൽ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്നൊരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നൊരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ച രക്ഷാവ്യവസ്ഥ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലൂടെയാണ് രക്ഷ. യേശുക്രിസ്തുവാണ് ഏക കർത്താവ്, ഏക രക്ഷകൻ, ഏക മധ്യസ്ഥൻ. ആ യേശുക്രിസ്തു സത്യദൈവം നിത്യജീവനുമാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിയിലൂടെ മാത്രമാണ് രക്ഷ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിയിലൂടെ രക്ഷ കരസ്ഥമാക്കാത്ത ആരെങ്കിലും ഈ ശബ്ദസീമയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിലൂടെ ഈ രക്ഷ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്കിൻ്റെ സംവിധായകർക്ക് അവസരം നൽകിയതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എൻ്റെ അഭിവാദനങ്ങൾ.